കാസർഗോഡും ശക്തമായി മഴ തുടരുകയാണ്. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. പാവൂർ, ഗറുകട്ടെ, മഞ്ചമ്പാടി എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മലയോര ഹൈവേയിൽ മണ്ണിടിഞ്ഞു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, കാസർഗോഡ് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര കാസർഗോഡിന്റെ മലയോര ഗ്രാമപ്രദേശങ്ങളിലും തീരദേശങ്ങളിലും വലിയ രീതിയിലുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ വ്യാപകമായിട്ടുണ്ടായി. മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെയൊക്കെ ഇതിനോടകം തന്നെ അധികൃതർ ബന്ധപ്പെട്ട് മാറ്റിക്കഴിഞ്ഞു. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം, മംഗലാപുരം ഉള്ളാൽ ഭാഗത്ത് വലിയൊരു മരം റെയിൽവേ പാളത്തിന് കുറുകെ വീണിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ ട്രെയിനുകൾ പിടിച്ചിടാൻ കാരണമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു വാർത്ത. എന്തായാലും മംഗലാപുരം ഭാഗത്തു നിന്നുള്ള ട്രെയിനുകൾക്കെല്ലാം വലിയ രീതിയിലുള്ള തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിപ്പോൾ എന്താണ് കാരണമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. ഉള്ളാൽ ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ വലിയൊരു മരം വീണ് കിടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, കാസർഗോഡിന്റെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല റോഡിൽ വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലും രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ തെക്കിൽ ഭാഗത്ത് വലിയ രീതിയിൽ മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടുന്ന് എത്രയും വേഗം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മലയോര മേഖലയിൽ മലയോര പാതയിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായിരിക്കുകയാണ്. ഇവിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മറ്റു വഴികൾ തെരഞ്ഞെടുക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തെ മഴയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും വീശി അടിക്കുന്നുണ്ട്. മരങ്ങൾ കടപുഴുകി വീഴുന്നതിനൊപ്പം ഇലക്ട്രിക് പോസ്റ്റുകളും കടപുഴുകി വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വിവിധയിടങ്ങളിൽ ഇതുവരെയും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. തീരദേശ മേഖലകളിൽ വലിയ രീതിയിലുള്ള കടൽക്ഷോഭവും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശി അടിക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള കർശന നിർദ്ദേശം കൂടി കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ മഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. വിവിധ പുഴകൾ കരകവിഞ്ഞ് ഒഴുകാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തേജസ്വിനി പുഴ ഇത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ തേജസ്വിനി പുഴ കരകവിഞ്ഞ് ഒഴുകാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കുടക് ജില്ലയിലും ശക്തമായ മഴ തുടരുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ തേജസ്വിനി പുഴയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ഈ മട്ടലായാലും അതുപോലെ തന്നെ വീരമലക്കുന്നിലും മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. മാത്രമല്ല ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മഴ അല്പം ശമിച്ചു കഴിഞ്ഞാൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കും. ഈ ദേശീയപാതയുടെ ഓരങ്ങളിൽ എവിടെയെങ്കിലും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുന്നത്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ വൈകുന്നേരം മധുവാഹിനി പുഴയിൽ അകപ്പെട്ട ഒരു വയോധിക ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു. പുഴയിൽ അലക്കാൻ പോകുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് അപകടം സംഭവിച്ചത്. ജില്ലയിൽ മറ്റ് അപകടങ്ങളൊന്നും ഇതുവരെയും മഴക്കാലവുമായി ബന്ധപ്പെട്ട് ഈ ശക്തമായ മഴയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള വാർത്ത. അതിര. ശരി ജോസഫ്, കാസർഗോഡും മഴ ശക്തമായി തുടരുന്നു. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. പാവൂർ, ഖറുകട്ടെ, മച്ചമ്പാടി എന്നിവിടങ്ങളിൽ വെള്ളം കയറി.